പ്രിയമുള്ളവരെ, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് തലയോലപ്പറമ്പിലെ ബിന്ദു എന്ന ഒരു വീട്ടമ്മ മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഉത്തരവാദിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളെല്ലാം തെരുവിൽ സമരം നടത്തുകയാണ്. ആ സമരത്തെ അടിച്ചമർത്താൻ ലാത്തിച്ചാർജും അതുപോലെ തന്നെ ഗുണ്ടായിസവുമായി പോലീസും രംഗത്തെത്തി. കേരളം കലാപഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി അമേരിക്കയിലിരുന്നാണ് കേരളം ഭരിക്കുന്നത്. അദ്ദേഹം പോകുമ്പോൾ ഇവിടെ ആർക്കും ചുമതല കൊടുത്തിട്ടുമില്ല. അത് ചുമതല ചോദിച്ചു വാങ്ങാൻ നട്ടലുള്ള ഒരു പാർട്ടി സെക്രട്ടറിയോ MA ബേബിയോ ഗോവിന്ദനോ ഒന്നും അതിനുവേണ്ടി വളർന്നിട്ടുമില്ല. ഇദ്ദേഹം ഇൻ്റർനെറ്റ് കണക്ഷനിലൂടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ പോലീസ് നരനായാട്ടിൽ ഇവിടെ 5-10 പേര് മരിച്ചു വന്നിരിക്കട്ടെ, അമേരിക്കയുമായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ വിട്ടുപോയാൽ എന്തായിരിക്കും സ്ഥിതി? പിണറായിക്ക് കേരളം ഭരിക്കാനൊക്കുമോ? പിണറായി എന്തുകൊണ്ടാണ് ആർക്കും ചുമതല കൊടുക്കാത്തത്? ചുമതല കൊടുത്താൽ താങ്കളുടെ രഹസ്യങ്ങളെല്ലാം പുറത്താകുമെന്ന് ഭയന്നിട്ടല്ലേ? പിണറായിക്ക് എന്തൊക്കെയോ ഒളിക്കാനും മറയ്ക്കാനുമില്ലേ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ചുമതല കൊടുക്കുന്നില്ല? ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. കൂടെ അമേരിക്ക തെമ്മാടി രാഷ്ട്രമാണെന്നും അമേരിക്കൻ സാമ്രാജ്യം തൊലിയട്ടെ എന്നും പറയുന്ന പിണറായി വിജയൻ ഇവിടെ കേരളം നമ്പർ 1 ആണ് എല്ലാത്തിലും എന്ന് പറയും. സകലമാന മാർക്സിസ്റ്റുകാരും പറയുന്നത് ഇവിടുത്തെ സർക്കാർ ആശുപത്രി ലോകോത്തര നിലവാരമുള്ള ആശുപത്രിയാണെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഈ പിണറായി വിജയനും സഖാക്കളും വിദേശങ്ങളിൽ പോയി ചികിത്സിക്കുന്നു? പാവപ്പെട്ട അത്താഴപ്പട്ടിണിക്കാരൻ ഇവിടെ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ ആശുപത്രികൾ ഇടിഞ്ഞു വീണും അവിടെ മരുന്നില്ലാതെയും ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെയും പാവപ്പെട്ട മനുഷ്യരിവിടെ മരിച്ചു വീഴുമ്പോൾ ജീവൻ രക്ഷിക്കാൻ അവരുടെ നികുതി പണം കൊണ്ട് ഈ സഖാക്കൾ വിദേശത്ത് പോയി ചികിത്സിക്കുന്നതിനകത്ത് എന്ത് സാമാന്യ ബുദ്ധിയാണുള്ളത്? എന്ത് ന്യായീകരണമാണ് ഈ മാർക്സിസ്റ്റുകാർക്ക് ഇവിടെ നടത്താനുള്ളത്? ആരോഗ്യ കേരളത്തിൽ ഒന്നാം ലോകോത്തര നിലവാരമുള്ളതാണെന്ന് ശ്രീമതി ടീച്ചർ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ പ്രഖ്യാപിച്ചു. നിങ്ങളൊന്ന് ഓർക്കണം, ഈ പത്തനംതിട്ട ജില്ലാ ആശുപത്രി കഴിഞ്ഞ 17 വർഷമേ ആയിട്ടുള്ളൂ പണി തീർന്നിട്ട്. ആ കെട്ടിടം ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലത്തിലെ ആശുപത്രി 19 വർഷം കൊണ്ട് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകരാറായിരിക്കുന്ന, ഏത് സമയം നിലം പൊത്താവുന്ന തരത്തിൽ ഇരിക്കുന്നത് ഇവിടുത്തെ ചാനലുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും അതിനെയെല്ലാം ന്യായീകരിക്കുന്നത് മാത്രമല്ല, കേരളത്തിലെ സകല ആശുപത്രികളും 60 വർഷത്തിലധികം പഴക്കമുള്ള നിരവധി കെട്ടിടങ്ങളാണ് നിലനിൽക്കുന്നത്. ഇതൊന്നും പണിയാതെയും ആ പണം മുഴുവൻ വെട്ടി തിന്നിട്ട് ഇവർ ന്യായം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യരെ കളിയാക്കുകയാണ്. ഇവിടെ പണമുള്ള സഖാക്കളും ഇവിടെ മറ്റ് പണക്കാരുമെല്ലാം ഒരു ന്യൂനപക്ഷം വരുന്ന മനുഷ്യർ ഇവിടെ പ്രൈവറ്റ് ആശുപത്രികളും വിദേശത്ത് പോയി ചികിത്സിക്കുമ്പോൾ അത്താഴ പട്ടിണിക്കാരായ നമ്മൾ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ തരാതെ പല വിധത്തിലും കൊന്നൊടുക്കിക്കൊണ്ട് 100,000 ന്യായീകരണങ്ങളാണ് ഇവിടെ നടത്തിക്കൂട്ടുന്നത്. മന്ത്രി വാസവൻ പറയുന്നത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷം പുര വേകുമ്പോൾ വാഴ വെട്ടുകയാണെന്ന്. ഇന്നലെ പറയുന്നു ഇവിടെ മന്ത്രി വീണ ജോർജ് വന്ന് കെട്ടിടം ഉരുട്ടിയിട്ടാണോ കൊന്നതെന്ന്. ഈ സൈസ് തരത്തിൽ ആക്ഷേപിക്കുന്ന ഈ സഹകരണ വകുപ്പ് മന്ത്രി, ഇദ്ദേഹം സത്യത്തിൽ ഒരു മനുഷ്യനാണൊന്ന് ചിന്തിച്ച് നോക്കുക. അദ്ദേഹം ഭരിക്കുന്ന വകുപ്പിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മുൻ മന്ത്രി AC മൊയ്തീനും LDF കൺവീനർ രാധാകൃഷ്ണനുമടക്കം എത്ര പേര് പ്രതികളാണ്? എത്ര കോടി രൂപയാണ് അവിടെ നിന്ന് ഈ സഖാക്കളെല്ലാം വെട്ടി തിന്നിട്ട് പാവപ്പെട്ട എത്രയോ മനുഷ്യർ കഷ്ടപ്പെട്ട പണം അവരെ പീഡിപ്പിച്ച് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ബാങ്കുകളിലെ പണമാണ് ഇവിടെ ഈ സഖാക്കന്മാർ വെട്ടിയെടുത്തിരിക്കുന്നത്, വെട്ടിത്തിന്നുന്നത്? അതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഈ സഹകരണ വകുപ്പ് മന്ത്രിക്ക് സത്യത്തിൽ ജനങ്ങളോട് വന്ന് നിന്ന് അദ്ദേഹം ജനങ്ങളെ പരിഹസിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇവരൊക്കെ മാർക്സിസ്റ്റുകാരാണോ? ഇവരൊക്കെ സോഷ്യലിസ്റ്റുകാരാണോ? ഇവരൊക്കെ രാഷ്ട്രീയ രാക്ഷസന്മാരല്ലേ?
ഇവരൊക്കെ ഇനിയും കേരളം ഭരിക്കാൻ, തുടർന്ന് ഭരിക്കാൻ നമ്മൾ ജനങ്ങൾ അനുവദിക്കുന്നത് ജനങ്ങളുടെ വിഡ്ഢിത്തം കൊണ്ടല്ലേ? നമ്മുടെ ശ്രീമതി ടീച്ചർ പറയുന്നത് ലോകോത്തര നിലവാരം മാത്രമല്ല, ഇവിടെ വീണ ജോർജ് രാവും പകലും വേണ്ടി ആരോഗ്യ കേരളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുവെന്നാണ്. എന്നിട്ട് അവരുടെ കോലം കത്തിച്ച് അവരെ ആക്ഷേപിക്കുന്നു. അത് നിർത്തണം, അത് പാടില്ല എന്ന് വളരെ വേദനയോടുകൂടി പറയുമ്പോൾ ശ്രീമതി ടീച്ചറിനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഭരണം ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയനും ഇവിടുത്തെ മാർക്സിസ്റ്റുകാരും നടത്തിയ സമര കോലാഹലങ്ങൾ, സരിത എന്ന സോളാർ സരിതയെ മുന്നിൽ നിർത്തി എന്തെല്ലാം കെട്ടുകഥകളാണ് നിങ്ങളിവിടെ പടച്ചുവിട്ടത്. ആ കെട്ടുകഥകളുടെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ DYFIക്കാരും SFIക്കാരും ഈ കേരളം മുഴുവൻ അടിച്ച് തകർത്ത് ഒടുവിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് ശിവരാജൻ കമ്മീഷന് മുമ്പിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെന്നിരുന്നു. 2 ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് 18-19 മണിക്കൂറുകൾ അദ്ദേഹം ചെന്നിരുന്ന് വളരെ സഹിഷ്ണുതയുടെ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായി. അങ്ങനെ എന്നിട്ട് അവസാനം ആ കേസ് എവിടെ വരെ എത്തി? അവസാനം ജുഡീഷ്യൽ കമ്മീഷന് എഴുതി ആ കേസ് പച്ച കള്ളമാണെന്ന് പറഞ്ഞ് ഇവിടെ കോടതികൾ എഴുതിത്തള്ളിയിട്ട് ആ ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെ ആക്ഷേപിച്ചതിന് ഒരു മാപ്പ് ചോദിക്കാനെങ്കിലും നിങ്ങളുടെ ഗുണ്ടാ സംഘടനകളായ DYFIക്കും അല്ലെങ്കിൽ SFIക്കും കഴിഞ്ഞോ? നിങ്ങൾ മാപ്പ് പറഞ്ഞോ? ഇല്ല. വീണ്ടും ഇനിയും നിങ്ങൾ ഭരണം നിലനിർത്താൻ ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് ഈ ജനങ്ങളോട് ഇതൊക്കെയാണോ നിങ്ങൾക്ക് പറയാനുള്ള മറുപടി? നിങ്ങളുടെ ആർഷോ എന്ന് പറയുന്ന യുവജന നേതാവ് പറഞ്ഞത് ഇവിടെ ഈ സമരം തുടർന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീമതി ടീച്ചറെ, നിങ്ങൾ അടുത്ത ജനറേഷന്, പുതിയ തലമുറയെ ഭരിക്കാൻ ഈ ഗുണ്ടാ സംഘടനകളെയാണോ ഇവിടെ വളർത്തിയിടുന്നത്? നിങ്ങളെ കേരളം മുടിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന രാക്ഷസ പ്രകൃതികളല്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്ന ഇദ്ദേഹം 36 തവണ ലാവലിംഗ് കേസ് നീട്ടിവെക്കുന്നതിന് വേണ്ടി അമിത് ഷായുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നിർമ്മലാ സീതാരാമനും അത്താഴ വിരുന്ന് ഒരുക്കിക്കൊടുത്തും വർഗീയതയ്ക്ക് വേണ്ടി ഒതുക്കിക്കൊടുത്തും ഒക്കെ ഇവിടെ അവരുടെ ആസനം ചൊറിഞ്ഞ് നടന്നാണ് പിണറായി വിജയൻ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയെപ്പോലെ ജനാധിപത്യ മൂല്യമുള്ള, അല്ലെങ്കിൽ ജനകീയ ബോധമുള്ള, സഹിഷ്ണുതയുള്ള, സൗമനസ്യമുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ നിങ്ങൾക്ക് CPMലൊന്ന് കാണിച്ചു തരാമോ? CPMലുള്ള ഗുണ്ടകളല്ലാതെ നേതാക്കളായത് ആരൊക്കെയാണെന്നുള്ളത്? EMSും EK നായനാരും VS അച്യുതാനന്ദനും ഒക്കെ നേതാക്കളായിരുന്നു. അവരുടെ കാലത്ത് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവരാരും അഴിമതിക്കാരും അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ വെറും രാക്ഷസീയമായി സമൂഹത്തോട് പെരുമാറുന്ന, അവരെ കൊള്ളയടിച്ചു തിന്നുന്ന അഴിമതിക്കാരുമായിരുന്നില്ല. നിങ്ങൾ അഴിമതിക്കാരാണെന്നും നിങ്ങളെ കൊണ്ട് രാജ്യം ഭരിക്കാൻ പറ്റില്ലെന്നും, ഈ കേരളം ഭരിക്കാൻ പറ്റില്ലെന്നും, നിങ്ങളെ കേരളത്തെ നിത്യേന നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അറിയാവുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ ഭരണത്തിൽ നിന്ന് ഇനിയും പിന്മാറാതെ ഭരണം അട്ടിമറിച്ച് ജനങ്ങളെ ഇങ്ങനെ നശിപ്പിക്കാനായി മുന്നോട്ട് വരുന്നു? ഞങ്ങൾ പാവപ്പെട്ടവർ ഇവിടെ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രികൾ മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാ കെട്ടിടങ്ങളും പഴകി ദ്രവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് നമ്മുടെ ചാനലുകളിലൂടെ നമ്മൾ കാണുന്നു. അവിടെ മരുന്നുകളില്ലാതെ, ശസ്ത്രക്രിയകളില്ലാതെ ഇവിടെ സാധാരണക്കാരനായ അത്താഴപ്പട്ടിണിക്കാരനായ ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ ചെലവിൽ അവരിൽ നിന്ന് കട്ടും മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും ഉണ്ടാക്കുന്ന കോടികൾ സമ്പാദിച്ച് നിങ്ങൾ ജീവൻ രക്ഷിക്കാൻ അമേരിക്കയിലും ജർമ്മനിയിലും കാനഡയിലും വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ തേടി ജീവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളെ ആക്ഷേപിക്കാനും ഞങ്ങളെ തമ്മിലടിപ്പിച്ച് കൊല്ലിക്കാനും യോഗ്യതയുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നവരാണെന്ന് മനസ്സിലാക്കി ഈ കഴുതകളായ ജനത്തിന് നിങ്ങളെ ഇവിടെ പുറത്താക്കാൻ കഴിയില്ലെങ്കിൽ ഒരു വിപ്ലവം ഇവിടെ ഉണ്ടാക്കാൻ പുതിയ തലമുറയിലെ പുതിയ കുട്ടികൾക്ക് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.